മാനവരെ രക്ഷിച്ചിടുവാനായി വാനത്തിൽ നീഹത്തിൽ വന്നു താൻ ജീവനേകിയോരേശു ഭൂവിൽ തിരികെ വരും. വേഗമേ സുരക്ഷകനാഗമിച്ചിടും മേഘമദാവാഹനേ. വേഗമേ സുരക്ഷകനാഗമിച്ചിടും മേഘമദാവാഹനേ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും സെന്റ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ എല്ലാ ആശംസകളും, പ്രത്യേകം ഈ ക്രിസ്മസ് സീസണിൽ ക്രിസ്മസ് ആശംസകളും അറിയിച്ചു കൊള്ളട്ടെ. ഒരാഗമന കാലത്തിലേക്ക് വീണ്ടും നാം പ്രവേശിച്ചിരിക്കുകയാണ്. ആഗമനം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നാളുകളാണ്. മശിഹയുടെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമൂഹം മശിഹയുടെ ഒന്നാമത്തെ വരവ് ആഘോഷിക്കുന്നതോടൊപ്പം രണ്ടാമത്തെ വരവിനായി സഭ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളാകുന്നുവല്ലോ ആഗമനം. അതുകൊണ്ട് തന്നെ ഈ നാളുകൾ ദൈവവചന പഠനത്തിനും വിചിന്തനത്തിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനുമുള്ള നാളുകളാണ് എന്നുള്ളത് ആമുഖമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് നൽകുന്ന വലിയ സന്ദേശം ലോകത്ത് മാനവജാതിയെ വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന വലിയ സത്യമാണ്. പാപത്തിന്റെ വലിയ കെടുതിയിൽ നിന്ന് മനുഷ്യരെ രക്ഷിപ്പാൻ, അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അത് ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും വലിയ സമ്മാനവുമാണ്. ക്രിസ്മസ് കാലത്തിന്റെ വലിയ പ്രത്യേകത നാം സമ്മാനങ്ങൾ കൈമാറുന്നു എന്നുള്ളതാകുന്നുവല്ലോ. ദൈവം ലോകത്തിന് നൽകിയ സമ്മാനമാണ് തൻ്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലയളവിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം നാം കൊണ്ടാടുമ്പോൾ തന്നെ നാം ഓർക്കേണ്ടത് അവൻ്റെ ജനനം നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ള വലിയ സത്യവും നാം മനസ്സിലാക്കണം. ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ആഗമന നാളുകളിൽ നാം പഠിക്കുന്നതും ചിന്തിക്കുന്നതും മശിഹായെ കുറിച്ചുള്ള ബൈബിളിലെ വാഗ്ദാനങ്ങളാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ മശിഹയുടെ വരവിനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ആ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, പുതിയ നിയമ വിശ്വാസികളായ ഞാനും നിങ്ങളും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവർ കൂടിയാണ്. അങ്ങനെ ഈ ആഗമന കാലഘട്ടം ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു അർത്ഥവത്തായ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഞാനും നിങ്ങളും ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് അനേക സംഭവങ്ങൾ, അതിന് ബേർത്ത് നരേറ്റീവ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്, സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായിട്ടുള്ള മഹാത്ഭുതമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം യഹോവയായ ദൈവം
ദൈവം തന്നെ ജഡ അവതാരമെടുക്കുക, ഒരു ദൈവം മനുഷ്യനായി തീരുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യ ചിന്തകൾക്ക് അതീതമാണ്. അത് മാത്രമല്ല, അവൻ ഒരു കാലിത്തൊഴുത്തിൽ ഏറ്റവും ഹമ്പിളായിട്ടുള്ള, ഏറ്റവും ലളിതമായിട്ടുള്ള, ഏറ്റവും താഴെ നിലവാരത്തിലുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരികയും അതുമായി അനുരൂപപ്പെടുകയും അങ്ങനെ മനുഷ്യനോട് ചേർന്ന് ജീവിക്കുകയും മനുഷ്യന് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുകയും ചെയ്തു. ഇതൊക്കെയും നമ്മുടെ മാനുഷികമായ ചിന്തകൾക്ക് അപ്പുറമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഈ ക്രിസ്മസിൽ പലപ്പോഴും നാം അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നു എന്നുള്ളതും ഈ തരുണത്തിൽ ഒരു ശ്രദ്ധേയമായ കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരനോട് അനുരൂപപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. താൻ ഒരു കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്തു. ബേത്ലഹേം എന്ന് പറയുന്ന ഒട്ടും പ്രശസ്തമല്ലാതിരുന്ന, യാതൊരു പേരും പെരുമയും ഇല്ലാതിരുന്ന ഒരു നഗരം തൻ്റെ ജനനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ ഈ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളും നാം ജീവിക്കുന്ന വർത്തമാന കാലഘട്ടവും എപ്പോഴും പേരിൻ്റെയും പ്രശസ്തിയുടെയും വലിയ ആഡംബരങ്ങളുടെയും പുറകെ പോകുന്ന ഒരു ലോകമാണ്. അതിനെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ലളിതമായും ഏറ്റവും അപ്രധാനവുമായിട്ടുള്ള ഒരു ജീവിത രീതിയും ഭൂപ്രദേശവുമാണ് തൻ്റെ പുത്രനെ അയക്കുന്നതിന് വേണ്ടി എടുക്കുന്നത് എന്നുള്ളത് ഈ ക്രിസ്മസ് നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ്. മാത്രമല്ല, മാലാഖമാരുടെ മനോഹരമായ പാട്ടിൽ സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ ഒരു രക്ഷയായി യേശു ക്രിസ്തുവിന്റെ ജനനത്തെ വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത് അതൊരു പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയോ, ഒരു പ്രത്യേക രാഷ്ട്ര സംവിധാനങ്ങൾക്ക് വേണ്ടിയോ, ഒരു പ്രത്യേക ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയോ മാത്രമല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദൈവം, എല്ലാവരെയും മകനും മകളുമായി ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള, തൻ്റെ രാജ്യത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശവുമാണ് ക്രിസ്മസ് എനിക്കും നിങ്ങൾക്കും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഇത് മാനവ രാശിയുടെ, മാനവ ജനതയുടെ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുന്ന ഒരു വസ്തുതയും കൂടെയാണ് എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പണവും പ്രതാപത്തിനും അധികാരങ്ങൾക്കും അപ്പുറം ഈ ലോകത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരനും, ഈ ലോകത്ത് ജീവിക്കുന്ന ഒന്നുമില്ലാത്തവനും, ഈ ലോകത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി ദൈവം മാറുന്നു എന്നുള്ളത് ഈ ക്രിസ്മസ് സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്മസ് സംഭവത്തിന്റെ, ക്രൈസ്റ്റ് ഇവന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്നാണ് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ ആഘോഷങ്ങൾ പലതും വലിയ പ്രകടനങ്ങളായി അവസാനിക്കുമ്പോൾ ഈ ആഘോഷങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യം എന്ന് പറയുന്നത് ഒരു ശിശുവായി കാലിത്തൊഴുത്തിലെ ലാളിത്യത്തിലേക്ക് ഇറങ്ങി വന്ന തേജോമയനായ ദൈവമാണെന്ന് മറന്നു പോകരുത്. അത് നമ്മുടെ ആരാധനകളും നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമുകളും പരിപാടികളെല്ലാം തന്നെ ഈ സത്യം തിരിച്ചറിയുന്നിടത്താണ് എല്ലാ ആഘോഷങ്ങളും അർത്ഥപൂർണമായി തീരുന്നത്. അതിനൊരു പക്ഷെ ഒരു വീണ്ടും വിചാരം
ഈ ആഘോഷങ്ങളിലൂടെ നാം നടത്തുന്നുവെങ്കിൽ ഈ യേശു കുഞ്ഞിന് നമുക്ക് നൽകുവാനുള്ള വലിയ സമ്മാനവും അതുതന്നെയാണ് എന്ന് സ്നേഹത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു പെൺകുട്ടിക്ക്, നസ്രയത്തിലെ പെൺകുട്ടിക്ക് ഗബ്രിയേൽ ദൂതൻ വെളിപ്പെടുകയാണ്. അവൾ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നു. ഒരു കുടുംബത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഒരുക്കങ്ങൾ ചെയ്യുന്നു. ദൈവത്തിന്റെ ചോദ്യം, എൻ്റെ പുത്രനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ നിനക്ക് സമ്മതമാണോ? മറിയുടെ മറുപടി ശ്രദ്ധേയമാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദൈവഹിതത്തിന് വിധേയപ്പെടുവാനുള്ള ഒരു ആഹ്വാനവും കൂടിയാണ് ക്രിസ്മസ്. നമ്മുടെ ഹിതങ്ങൾ മാത്രമാണ് നിറവേറ്റപ്പെടുവാൻ നാം എപ്പോഴും ആഗ്രഹിക്കുന്നത്. എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, എൻ്റേത് എന്നുള്ള ഒരു വലിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്ത് ജീവിച്ച ഒരു സാധാരണ പെൺകുട്ടിയോട് ദൂതൻ ചോദിക്കുന്നു, നിന്റെ ഉദരം എൻ്റെ ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകുവാൻ നീ നൽകുമോ? ലോകജനതയുടെ പാപങ്ങളെ മോചിപ്പിക്കുന്ന രക്ഷകന് ഭൂമിയിലേക്ക് അവതരിക്കുവാൻ നിന്റെ ഗർഭപാത്രം നൽകുവാൻ നീ തയ്യാറാണോ? മറിയുടെ മറുപടി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പലപ്പോഴും നമ്മുടെ ഹിതങ്ങളും ദൈവഹിതങ്ങളും തമ്മിൽ നാം തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഹിതങ്ങൾക്ക് വേണ്ടി, അത് നിറവേറ്റുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എപ്പോഴും എൻ്റെ ഹിതം നിറവേറ്റണം എന്നുള്ള ആഗ്രഹം നമ്മൾക്കുണ്ട്. വർത്തമാനകാല ലോകത്തിലെ മനുഷ്യന്റെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റേത് എന്ന് നാം പറയുന്നു. ഒരു എഴുത്തുകാരൻ പറഞ്ഞു, വി ആർ ലിവിങ് ഇൻ എ ഗ്രാബിങ് കൾച്ചർ. പിടിച്ചെടുക്കുന്ന, എല്ലാം എൻ്റേതാക്കി മാറ്റുന്ന, കവർന്നെടുക്കുന്ന ഒരു ലോകത്ത് മറിയ ഒരു മാതൃകയായി നിൽക്കുകയാണ്. തൻ്റെ ജീവിതവും കർത്താവിന് അവതരിക്കുവാനായിട്ട് തന്നെത്താൻ സമർപ്പിക്കുന്നു എന്ന് ഈ ആഘോഷങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളെ ഓർത്തിരിക്കേണ്ട വലിയ കാര്യമാണ്. നാം ഇടയന്മാരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇടയന്മാർക്ക് പ്രത്യക്ഷനാകുന്ന മലാഖ വൃന്ദം അവർക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് അവർ ആ രാത്രിയിൽ തന്നെ ബേത്ലഹേമിലേക്ക് പോകുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. ബന്ധപ്പെട്ടവർ എഴുന്നേറ്റ് ബേത്ലഹേമിലേക്ക് യാത്രയായി. കാരണം ഞങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ, ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവം കാലത്തൊഴുത്തിൽ ജാതനായിരിക്കുന്നു, ഒരു ശിശുവായി അവതരിച്ചിരിക്കുന്നു എന്നുള്ള വർത്തമാനം അവർ കേട്ടപ്പോൾ യേശു കുഞ്ഞിനെ കാണുവാൻ അവർ യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അവിടെയും അവർ ചെയ്യുന്നത് ദൈവഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയായിരുന്നു. വീണ്ടും യോസഫിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, യോസഫ് മറിയെ ഉപേക്ഷിക്കുവാനായിട്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ യോസഫിനോട് ദൂതൻ പറഞ്ഞു, അവളെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. യോസഫ് തൻ്റെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി നിറവേറ്റപ്പെടുവാൻ തൻ്റെ എല്ലാ ഹിതങ്ങളും അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സത്യം, ദൈവഹിതത്തിന് വിധേയപ്പെടുക, വിധേയനാകുക എന്നുള്ള വലിയ സന്ദേശമാണ്. അങ്ങനെ ദൈവഹിതത്തിന് നാം വിധേയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ പിന്നീടുള്ള ജീവിതയാത്രയിൽ നാം മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത് നിസ്സാരമല്ല. അത് പ്രയാസങ്ങളും ദുഃഖങ്ങളും അത് വലിയ ദുരിതങ്ങളും ഒരുപക്ഷെ നിറഞ്ഞതായിരിക്കാം. എങ്കിലും ആ യാത്ര ഏറ്റെടുക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് എന്ന് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ. അതുകൊണ്ട് ഈ 2024 ക്രിസ്മസ് ആഘോഷങ്ങൾ നാം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും
ദൈവഹിതത്തിന് വിധേയപ്പെടുന്നവരായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഹ്യൂസ്റ്റൺ വോയിസിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു. ഇതേപോലെ ഒരു അവസരം അവർ നൽകിയതിനുള്ള നന്ദിയും സ്നേഹവും അതിൻ്റെ പ്രവർത്തകരോട് അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.